ശാന്തിരി ശാന്തിരി ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇവന്റ് ആദ്യമായി ചെയ്തത് 2010 പഠനശാല സമർപ്പണം. ഗുരുവിൻ്റെ ഗുരു ജീവിച്ച പഠനശാല ലോകത്തിന് തുറന്നു കൊടുത്ത ഒരു ഇവന്റോടുകൂടിയാണ് ശാന്തിരി ഫെസ്റ്റ് ആദ്യമായി നടന്നത്. അത് നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപതി പ്രതിഭ സിംഗ് പാട്ടീൽ ദേവാണ് അത് അന്ന് ഇനോഗ്രേറ്റ് ചെയ്തത്. അതിനുശേഷം 2012 ശാന്തിഗിരി ഒരു ഫെസ്റ്റ് സംഘടിപ്പിക്കുകയുണ്ടായി. 25 ലക്ഷത്തോളം ആളുകളാണ് അന്ന് ഈ ഫെസ്റ്റിലൂടെ കടന്നുപോയത്. അതിനുശേഷം 12 വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിനെ ബാധിച്ച പ്രളയങ്ങളും ദുരന്തങ്ങളും കോവിഡും ഒക്കെ ശേഷം ഇപ്പോൾ വീണ്ടും നമ്മളത് ആരംഭിക്കുകയാണ്. നമ്മളിപ്പോൾ സമയം വെച്ചിരിക്കുന്നത് വൈകിട്ട് 3 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. അപ്പോൾ ഈ ചൂട് സമയത്തൊന്നും പകലൊന്നും ആൾക്കാർ കൂടുതൽ, പിന്നെ വൈകുന്നേരം ഓഫീസൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്തായിരിക്കില്ല കൂടുതൽ. ഒരു 3 മണി മുതൽ 10 മണി വരെയും സൺഡേസിലും ഹോളിഡേയ്സിലും ഒരു 12 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ധാരണ. അതിനകത്ത് ഒരു പെറ്റ് ഷോ, അക്വാ ഷോ, പിന്നെ ഹൈദരാബാദിൽ നിന്നുള്ള അമ്യൂസ്മെൻ്റ്, അത് ഇന്ത്യയിലെ 2ാമത്തെ ടീമാണ്. സാധാരണ നമ്മൾ കാണുന്ന ജാൻവിയിലും അങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലാതെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ ഫെസ്റ്റിൽ തന്നെ 100ഓളം സ്കൂളുകളിലെ കുട്ടികൾ, അതായത് ക്യൂസ് കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ ബാൻഡ് ഫെസ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ തന്നെ സബ് ഡിവിഷൻസ് ആയിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ വേറൊരു വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ എറണാകുളത്തേക്ക് എക്സിബിഷൻസിനകത്ത് ഈ പക്ഷികളിങ്ങനെ കൂട്ടിലിട്ട് അടച്ച് ഇട്ടേക്കുന്നതിന് പകരം തുറന്നൊരു എൻവയോൺമെൻറ്റിൽ ഒരു വലിയ ഏരിയ സെലക്ട് ചെയ്ത് ആളുകൾക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് അവരെ പക്ഷികളെയൊക്കെ കാണാനും അത് തലയ്ക്ക് മുകളിലൂടെയൊക്കെ ഇങ്ങനെ പറന്നു പോകുന്ന രീതിയിലുള്ളൊരു അറേഞ്ച്മെൻറ്റ്സാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു ലേഔട്ട് സിദ്ധഗ്രാമം എന്ന് പറഞ്ഞിട്ട്, അതായത് സിദ്ധ എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിലെ ആദ്യത്തെ ചികിത്സാ ശാസ്ത്രമാണ്. അപ്പോൾ ആ ചികിത്സാശാസ്ത്രത്തിൽ ഒത്തിരി നമ്മൾ ഈ 7ാം അറിവ് സിനിമയൊക്കെ കണ്ടിട്ടില്ലേ, അപ്പോൾ ഒത്തിരി കാര്യങ്ങളിൽ ഈ സിദ്ധയുടെ കൺസെപ്റ്റിലുണ്ട്. ഈ വർമ്മം, അതുപോലെ തന്നെ 64 തരം പനികളെക്കുറിച്ചും 2400-ലധികം രോഗങ്ങളെക്കുറിച്ചുമൊക്കെ ഈ സിദ്ധ ചികിത്സാ ശാസ്ത്രം പറയുന്നുണ്ട്. പിന്നെ ഈ സ്ഥലം, ഈ ഫെസ്റ്റ് നടക്കുന്ന ഒരു പ്രധാന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജലസംഭരണി, സ്വാമി എത്ര ലിറ്റർ? 5 കോടി ലിറ്റർ വെള്ളം സംഭരിക്കാവുന്ന ഒരു ജലസംഭരണി അവിടെ നാച്ചുറലായിട്ടുണ്ട്. ഈ ജലസംഭരണിയുടെ ചുറ്റുമാണ് ഈ ഫെസ്റ്റിൻ്റെ ഏരിയ നടക്കുന്നത്. അതുപോലെ ആ സ്ഥലത്ത് സൂര്യകൃഷ്ണമൂർത്തി സാറിൻ്റെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ കയറി ആ ഒരു ലാൻഡ്സ്കേപ്പിൽ കയറി പോകുമ്പോഴത്തേക്കും പുഷ്പോത്സവം, പുഷ്പമേള, അത് കഴിഞ്ഞ് ഫുഡ് വെജിറ്റേറിയൻ ഫുഡിലെ പല സംസ്ഥാനങ്ങളിലെ വെറൈറ്റീസ് കൊണ്ടുവരാനായിട്ടാണ് ശ്രമിക്കുന്നത്. പിന്നെ മെഗാ ഷോസ് നടക്കുന്ന ഇവൻ്റ്, ഈ മെഗാ ഷോസ് പല ചാനലുകളുമായിട്ട് പത്രങ്ങളുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് ഓരോ ദിവസം നടത്താം. പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ ഈ ഫെസ്റ്റ് കാണാനെത്തുന്ന ആളുകൾ, കലാകാരന്മാരായിട്ടുള്ളവർക്ക് ഈ അവരുടെ കഴിവുകൾ, അവരുടെ സർഗവാസനകൾ അവതരിപ്പിക്കാനുള്ളൊരു വേദി കൂടി ഇതിനോടൊപ്പം അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഒത്തിരി വളരെ വെറൈറ്റി ആയിട്ട് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പിന്നെ ഇതിൻ്റെ ഒരു പ്ലാനിങ്ങിൽ പോകുന്നത്. പ്രവേശനം ഇപ്പോൾ പാസ് മൂലം നിയന്ത്രിക്കുന്നുണ്ട്. കാര്യം അതിനകത്തുനിന്നൊരു വിഹിതം ഈ വയനാടിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എത്തരത്തിൽ ചെയ്യണമെന്നുള്ളൊരു ഡിസ്കഷൻ നടന്നു വരികയാണ്. നമ്മൾ ആശ്രമത്തിൽ എന്ന് പറയുന്നത് ജാതിക്കോ മതത്തിനോ അതീതമായിട്ട് എല്ലാവർക്കും വരാവുന്ന ഒരു സ്ഥലമാണല്ലോ. പിന്നെ നമ്മുടെ ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നജ്ഞാനദാസി എന്ന് പറയുന്നത് ശരിക്കും മതേതരത്വത്തിൻ്റെ ഒരു പ്രചാരകൻ എന്ന രീതിയിലാണ് സ്വാമി അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ ആശ്രമത്തിൻ്റെ ടോട്ടൽ കൺസെപ്റ്റും അങ്ങനെയാണ്. അപ്പം നമ്മൾ ഈ ഷോകളിലൊക്കെ അതിനെ മുൻനിർത്തിക്കൊണ്ടുള്ളൊരു കാര്യങ്ങളായിരിക്കും എല്ലാ സമയത്തും വരുന്നത്. അത് ഈ വലിയൊരു ജലാശയത്തിന് ചുറ്റും നമുക്ക് ഒരുമിച്ചിരിക്കാം എന്നാണ് നമ്മുടെ നോട്ടീസിൽ തന്നെ നമ്മൾ പറയുന്നത്. ജാതിയോ മതമോ മറന്ന് മനുഷ്യനെന്ന ഒരു ഏകാത്മ സിദ്ധാന്തത്തിൽ നമുക്ക് ഒരുമിച്ചിരിക്കാം. അതാണ് ആ കൺസെപ്റ്റ്.